എനിക്ക് ഒരു തവണ കൂടി ഷീജയിലേക്കും മിനുഷയിലേക്കും പോവേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കാറ് ഈ കലോത്സവത്തിന്. ഇപ്പോൾ ഒരു IFFK കഴിഞ്ഞതേ ഉള്ളൂ, ഒരു വലിയ ആവേശ കടൽ അടങ്ങിയതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെ ഇതാ കലോത്സവവും സ്കൂൾ കലോത്സവവും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പല ജില്ലകളിൽ നിന്നുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ചേക്കേറി പാർക്കുന്ന സ്ഥലമാണ് അനന്തപുരി. അതുകൊണ്ട് അത്രയധികം സ്വീകരണം തിരുവനന്തപുരം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു തർക്കവും ഇല്ല അന്ന. കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അതായത് ഉത്സവങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവാറില്ല. അത് അതെ, ഉത്സവ ലഹരിയിൽ തന്നെയാണ് അനന്തപുരി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു അതെ ഒരേപോലെ അതെ ഒരു വിശാല മനസ്സ് തന്നെയാണ്. കാരണം അതിഥികളായി എത്തുന്നവർ വരെ പിന്നീട് ആതിഥേയരാവുന്ന കാഴ്ചകളാണ് ഓരോ ഇവന്റ് കഴിയുമ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഈ കലോത്സവമായാലും തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, അത് എല്ലാ ജില്ലക്കാരുടേതും കൂടിയാണ്. നമ്മളിപ്പം ഇങ്ങനെ വാശി പിടിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും, മലബാറിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോഴും മന്ത്രി പറഞ്ഞു വെക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മത്സരമല്ല, വിദ്യാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല, കലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വേദിയാകുകയാണ് കലോത്സവം. മത്സരമല്ല, അപ്പീലുകൾ തമ്മിലുള്ള മത്സരമല്ല. അത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഒഴിവാക്കി കല അതിൻ്റെ ഏറ്റവും മനോഹരമായ ആ രീതിയിൽ വിദ്യാർത്ഥികളിലൂടെ കല നിലനിർത്തുക, അത് പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക. ആ ഒരു ഏതാണോ കലയുടെ അടിസ്ഥാന ഒരു കാഴ്ച, അത് വിദ്യാർത്ഥികളുടെ വേദികളിലേക്ക് എത്തിക്കുക. അത് തനതായ രീതിയിൽ കേരളത്തിൻ്റെ തനത് കലകളാണ് ഓരോ മത്സര വിഭാഗങ്ങളിലായി വരുന്നത്. ആ തനിമ, ഓരോ കലയുടെയും തനിമ നിലനിർത്തുക എന്ന് തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ മത്സരങ്ങളില്ല, മത്സരത്തിന് പ്രാധാന്യമില്ല. എല്ലാ കുട്ടികളെയും മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കുക. ഗോത്ര കലകളൊക്കെ വരുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള കലകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം, മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത്. പ്രദർശന മത്സരം മാത്രമായിരുന്നു. ഇത്തവണ അത് മത്സര വിഭാഗത്തിലേക്ക് ഗോത്ര കലകൾ കൂടി വരുന്നു എന്നുള്ളതും കൂടെ വലിയൊരു പ്രത്യേകതയാണ്. കാരണം അത്തരത്തിലുള്ള ആളുകളെ കൂടിയും തനത് കലയായി സ്വീകരിക്കുന്ന കലകളെ ഒരുപോലെ സ്വീകരിക്കുന്നു, അവരുടെ ഒരു പാർട്ടിസിപ്പൻസ് കൂടി ഇതിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ വലിയ പ്രത്യേകതയായി വരുന്നത്. മറ്റു വിശേഷങ്ങളിലേക്ക് കടന്നാൽ ഓരോ മത്സരത്തിനായി ഒരു സെക്കൻഡ് പക്ഷേ ഞാൻ കുറെ നേരം ഇതൊന്ന് കാണിക്കണമെന്ന് കരുതുന്നു. അതെ നമുക്ക് പ്രമോദേട്ടൻ ഇത് ആ വിഷ്വൽ ഒന്ന് കാണിക്കുന്നതായിരിക്കും. കാരണം തിരുവനന്തപുരത്ത് എത്തിയാൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് പാളയത്തെത്തുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ദൃശ്യം. അതായത് ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് പാളയം പള്ളി, തൊട്ടിപ്പുറത്ത് മോസ്ക്, അങ്ങനെ മൂന്നും കൂടി ചേരുന്ന നടുക്ക് ഗണപതി ക്ഷേത്രം ചേരുന്ന ആ ഒരു കാഴ്ച, അത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് എത്തിയാൽ ഒരു പക്ഷേ ഇവിടെ എത്തുന്ന എല്ലാവരും ഇവിടെ എത്തി തന്നെയായിരിക്കും മാർഗം. പത്മനാഭ ക്ഷേത്രത്തിന്റെ ഒരു രൂപമുണ്ട്. പക്ഷെ അവിടെ ഇത് നമ്മൾ പാളയത്ത് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൂടിയാണ്. അത് ക്ഷേത്രം, തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം പള്ളി, ഇത് തൊട്ടിപ്പുറത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇതുപോലെയുള്ള ഒരു മത സൗഹാർദ്ദത്തിന്റെ നാട് തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം. ഇവിടെ മാത്രമല്ല, ആ സൈഡിൽ ചുറ്റുഭാഗത്തുമുണ്ട്. നിയമസഭാ മന്ദിരം കാണാം, സെക്രട്ടേറിയറ്റ് മന്ദിരം കാണാം, എല്ലാം ഉണ്ട്. അത് പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഇന്നിപ്പോ ഉച്ചയോടുകൂടിയൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ചിത്രമൊക്കെ കുറച്ചുകൂടി ഇനി പൂർത്തിയാവാനുണ്ട്. സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം ഒക്കെയാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്. ഏതായാലും അങ്ങനെയാണ് ഇവിടെ എല്ലാ തരത്തിലും എല്ലാ രീതിയിലുള്ള കലാപ്രകടനങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അനന്തപുരി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ എന്ന് വെച്ചാൽ ഓരോ പടിയായിട്ട് കലോത്സവത്തിന്റെ താളത്തിലേക്ക് കലോത്സവത്തിന്റെ താളത്തിലേക്ക്, കലോത്സവത്തിന്റെ ലഹരിയിലേക്ക്, അക്ഷരാർത്ഥത്തിൽ കലസ്ഥാനമായി മാറുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, അതിലേക്ക് നമ്മളും തയ്യാറായി കഴിഞ്ഞു. ഇനിയുള്ള വാർത്താ വിശേഷങ്ങളൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു ഹൈലൈറ്റ് കൂടിയുണ്ട്. ഇന്ന് പാലുകാച്ചലുണ്ട്. കലവറയുടെ കാര്യം പറയാതെ നമുക്ക് എന്തായാലും കലോത്സവം പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഇടപെടല് ഞങ്ങൾക്ക് നിലവറയുടെ കാര്യം, കലവറയുടെ കാര്യം കൂടെ പറയാനുണ്ട്. കലവറ കൃത്യമായ രീതിയിൽ കലവറ നിറഞ്ഞു കഴിഞ്ഞു, അവിടെ സജ്ജമായി കഴിഞ്ഞു. രാവിലെ 10:15 കൃത്യം പാലുകാച്ചൽ നടക്കുന്നതായിരിക്കും. എല്ലാവരെയും നമ്മൾ പാലുകാച്ചലിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം
പാലുകാച്ചലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ പായസം സദ്യ ഉണ്ടാവും എന്നുള്ളതാണ്. അത് പായസമാണ് ഇത്തവണത്തെ ഈ കലവറയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം എത്തുന്ന കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട്. അപ്പോൾ കുട്ടികൾക്ക് വൈവിധ്യം ഏത് രീതിയിൽ നൽകാമെന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ് പായസത്തിൽ വെറൈറ്റിയാണ്. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള പായസമായിരിക്കും കിട്ടുക. അപ്പോൾ ഏതായാലും കുട്ടികളെ ഒരു തരത്തിലും നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ലക്ഷ്യം. കാരണം വിദ്യാഭ്യാസ മന്ത്രിക്ക് നമുക്കറിയാം കുട്ടികളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളം ആണ്. പ്രത്യേകിച്ച് സ്വന്തം നാട്, നേരത്തെ വിജിന് പറയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലൂടെയൊക്കെയാണ് സ്വർണ്ണക്കപ്പ് പ്രയാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ തിരുവനന്തപുരത്തെ വീണ്ടും വരുന്ന കലോത്സവത്തെ 63ാമത് കലോത്സവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് അത്രത്തോളം ആവേശകരമായ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഞാൻ ഇടപെടുകയാണ് വിനിഷ, കാരണം പ്രേക്ഷകർ ഇങ്ങനെ അത്രയധികം ആവേശത്തോട് കൂടി നിങ്ങൾ പറയുന്നതിന്റെ ഒരു വൈബൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. തിരുവനന്തപുരം ആ വൈബോട് കൂടി ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ കലോത്സവത്തെ സ്വീകരിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ഇനി അടുത്ത മണിക്കൂറുകൾ കൂടുതൽ ദൃശ്യങ്ങൾ, വൈകിട്ട് സ്വർണ്ണക്കപ്പ് എത്തുന്നത്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. രണ്ടുപേരും സജീവമായി തന്നെ ഇന്നത്തെ ദിവസം സ്ക്രീനിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.